യേശുവിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലെ ഒരു വചനമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുക. ആ വചനം പറയുന്നു, ദൈവത്തോട് ഭക്തിയുള്ളവരുടെ മേലെ തലമുറകൾ തോറും അവിടുന്ന് കരുണ കാണിക്കുമെന്ന്. പുറപ്പാട് പുസ്തകം 26 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ കരുണ കാണിക്കുമെന്ന്. അതിന് തൊട്ട് മുമ്പത്തെ വചനത്തിൽ തെറ്റ് ചെയ്യുന്നവരോട് 3-4 തലമുറ വരെ അവിടുന്ന് കോപിക്കും, അവിടുന്ന് അവരെ ശിക്ഷിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 1000 തലമുറ വരെയാണ് അനുഗ്രഹം. സങ്കീർത്തനം 34:7 ഇപ്രകാരം പറയുന്നു, ദൈവദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു. അങ്ങനെ ദൈവത്തോട് ഭക്തി പുലർത്തുന്നവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും സംരക്ഷണവുമാണ് ദൈവം വാഗ്ദാനം ചെയ്യുക. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും കൈകൂപ്പി മുട്ടുകുത്തി നിന്ന് വിശുദ്ധ കുർബാനയിലുമൊക്കെ പങ്കെടുത്താൽ മാത്രം അത് ദൈവഭക്തി ആകുന്നില്ല. ദൈവഭക്തി പൂർണ്ണതയിലെത്തുന്നത് ജീവിതത്തിൽ ഉടനീളം ആ ഭക്തി പുലർത്തുമ്പോഴാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിൻ്റെ സഹോദരൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ അതേ ചായലും സാദൃശ്യപ്പെട്ട സഹോദരനെ കാണുമ്പോൾ കൈകൂപ്പാൻ, അവൻ്റെ മുമ്പിൽ ചിലപ്പോഴൊന്ന് മുട്ടുകുത്താൻ, ആദരവോടെ നിൽക്കാൻ, എളിമയോടെ നിൽക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തി നിരന്തരം ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മേലാണ് ദൈവവചനം വാഗ്ദാനം ചെയ്യുന്ന ഈ അനുഗ്രഹങ്ങളും സംരക്ഷണവും ലഭിക്കുക. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.